നമസ്കാരം, വിനിയാസ് ഫീഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ചധികം ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിലേക്ക് കടക്കാം. ഇതുപോലെ നമ്മുടെ വീട്ടിലൊക്കെ ചുവരുകളിൽ ഒരുപാട് അഴുക്കും ചെളിയും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരൊക്കെ സ്കെച്ച് പെന്നും കളർ പെന്നും ഒക്കെ വെച്ചിട്ട് കുത്തി വരച്ചിട്ടൊക്കെ ഒരുപാട് പാടുകളും ഒക്കെയുള്ള ചുവരുകൾ ഉണ്ടാവില്ല. ചില വീടുകളോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും, ഒരുപാട് അഴുക്കും ചെളിയൊക്കെ ചുവരിൽ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെളിയും അഴുക്കുമൊക്കെ ഈസി ആയിട്ട് നമുക്ക് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഞാനത് ചെയ്യുന്നത്. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, അത്യാവശ്യം നല്ലതുപോലെ ഈ ഒരു ഭിത്തിയിൽ അഴുക്കും നല്ലപോലെ വറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഇതുപോലത്തെ കാലിയായിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെ കാലി കവറിൻ്റെ ഉള്ളിൽ പറ്റി പിടിച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കുറച്ച് എടുത്തിട്ട് നമ്മുടെ ബ്രഷിലാക്കുക. ഒരു പഴയ ബ്രഷ് എടുത്താൽ മതി. എന്നിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം കൂടെ ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതുപോലെ ആ കറയുള്ള ഭാഗത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. ഒരുപാടങ്ങ് അമർത്തി ചെയ്യുമൊന്നും വേണ്ട കേട്ടോ. നോർമലായിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഒരു നനഞ്ഞ തുണി ഉപയോഗിക്കുക. എന്നിട്ട് നല്ലതായിട്ടൊന്ന് തുടച്ചിട്ടിങ്ങെടുക്കുക. അപ്പോൾ കണ്ടോ, ഈസി ആയിട്ടിട്ട് ആ ഒരു ചെളിയെല്ലാം പോയത് കണ്ടോ. ഇങ്ങനെ എണ്ണയുടെ പാട് അങ്ങനെയൊക്കെയുള്ള എണ്ണക്കറകൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് വെച്ചിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങളുടെ വീടിൻ്റെ ചുവരുകളൊക്കെ ഇനി വൃത്തിയായിട്ട് ഇരിക്കട്ടെ. ഇനി നമുക്ക് രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കാവേ. അപ്പോൾ ഇതേ ഞാൻ പുതിയൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, ഒരു ലെഗിൻസ് ആണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ കളർ ഇളകി പോകുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. പ്രത്യേകിച്ച് കോട്ടൻ്റെ ഒക്കെ ആണെങ്കിൽ എന്തായാലും ആദ്യം കുറച്ച് കളറൊക്കെ പോകും. അപ്പോൾ അങ്ങനെ നമ്മൾ പുതിയൊരു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ കളർ അധികം ഇളകി പോകാതെ കുറച്ച് അധികം നാൾ നല്ല പകുട്ടോട് കൂടി നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ് കേട്ടോ. അപ്പോൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിക്കുന്ന സമയത്താണ് നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ ഒരു ലെഗിൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തേക്കണം. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, സ്റ്റിക്കറൊക്കെ നമ്മളിങ്ങനെ റിമൂവ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റിക്കറിൻ്റെ പശയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാം. വേറൊന്നുമല്ല, നമ്മുടെ ബോഡി സ്പ്രേ എടുക്കുക. എന്നിട്ട് അതൊന്ന് അടിച്ചു കൊടുത്താൽ മതി. എന്നിട്ടൊന്ന് തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ ആ പറ്റി പിടിച്ചിരിക്കുന്ന പശയൊക്കെ അങ്ങ് പൊക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ലെഗിൻസ് എടുത്തു. എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഫസ്റ്റ് വാഷിംഗ് ആണല്ലോ. അപ്പം നമ്മൾ ഈ ഒരു രീതിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ വസ്ത്രങ്ങൾ നിറമൊന്നും മങ്ങിപ്പോകാതെ നല്ല പകുട്ടോട് കൂടിയിരിക്കും. വേറൊന്നുമല്ല, ഇതുപോലെ നമ്മൾ വെള്ളം എടുക്കുക. എന്നിട്ട് നമ്മൾ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഉപ്പ് പൊടിയോ ഉപ്പ് കല്ലോ ഏതാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ നമ്മൾ ഈ ഒരു ഡ്രസ്സ് ഇതിൽ മുക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഉപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ സാധാ വാഷ് ചെയ്യുന്നത് പോലെ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ കളർ അധികം പോകത്തില്ല. ഫസ്റ്റ് വാഷിങ്ങിൽ എന്തായാലും കുറച്ച് കളറൊക്കെ പോകുമല്ലോ, എന്നാൽ സെക്കൻഡ് വാഷൊക്കെ ആകുമ്പോഴേക്കും അത്രയ്ക്ക് കളറൊന്നും ഇളകി പോകത്തില്ല. അപ്പോൾ ഇതുപോലെ നിങ്ങൾ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചാൽ ആദ്യം ഉപ്പ് വെള്ളത്തിലൊന്ന് മുക്കി വെച്ചതിന് ശേഷം നിങ്ങൾ വാഷ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങളെ വസ്ത്രങ്ങൾ കുറച്ച് അധികം നാൾ നല്ല പകുട്ടോടു കൂടിയും തിളക്കത്തോടു കൂടിയും ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി നമുക്ക് മൂന്നാമത്തെ ടിപ്പിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചിരാത് എടുത്തിട്ടുണ്ട്. ഈ മൺചിരാതിലോട്ട് ഒരേ ഒരു സ്പൂൺ കാപ്പിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ കാപ്പിപ്പൊടി വെച്ചിട്ട് നിങ്ങളിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും വിചാരിക്കുന്നതല്ലേ. നമുക്കറിയാം, സന്ധ്യയാകുന്ന സമയത്ത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് ഒരുപാട് കൊതുകുകൾ ഉണ്ടാവാറുണ്ട് അല്ലേ. പ്രത്യേകിച്ച് മഴക്കാലത്തൊക്കെ ആണെങ്കിൽ പറയുകയും വേണ്ട. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണിത്. ഒരുപാട് എന്താ പറയുക, കെമിക്കലുകളുടെ പുറകെ ഒന്നും പോകേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കൊതുകിനെ തുരത്താനുള്ള ഈ ഒരു സംഭവം ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ കോഫി പൗഡർ എടുത്തിട്ട് അതിലേക്ക് ഞാൻ ഒരു കർപ്പൂരം ഒന്നിങ്ങനെ നടുഭാഗത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഈ കോഫി പൗഡറും ഇതും കൂടെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തൊന്ന് അമർത്തി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഒരു ലൈറ്റർ വെച്ചിട്ടൊന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട് ഈ കർപ്പൂരത്തിൽ. അപ്പോൾ ഈ കർപ്പൂരം ഇങ്ങനെ കത്തി കഴിഞ്ഞ് അത് ആ കോഫി പൗഡറിലോട്ടും കൂടി ആ ഒരു തീ ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതങ്ങ് ഊതിക്കെടുത്താം. അപ്പോൾ ഊതിക്കെടുത്തി കഴിയുമ്പോൾ ഇതുപോലെ ഇതിങ്ങനെ ഇരുന്ന് പതുക്കി ഇരുന്ന് പുകയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഈ പുകയുടെ സ്മെല്ല് എന്ന് പറയുന്നത് കർപ്പൂരത്തിൻ്റെ സ്മെല്ലും കോഫി പൗഡറിൻ്റെ സ്മെല്ലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സ്മെല്ലാണ്. അപ്പോൾ ഇത് കൊതുകുകൾക്ക് അത്ര ഇഷ്ടമുള്ളൊരു സ്മെല്ലല്ല. അപ്പോൾ സന്ധ്യയാകുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നിങ്ങളുടെ റൂമുകളിലെല്ലാം ഇങ്ങനെ ഒന്ന് പുക ഒന്ന് കൊണ്ടുവന്ന് പുകയാക്കുകയാണെങ്കിൽ ആ റൂമിലെ കൊതുകുകളെല്ലാം തന്നെ പുറത്തേക്ക് പോകുന്നതായിരിക്കും.
അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഇനി നിങ്ങൾ മോസ്കിറ്റോ റിപ്പല്ലൻറ്റുകളൊന്നും കടകളിൽ നിന്ന് വാങ്ങിച്ച് യൂസ് ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളും പ്രായമായവരൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെങ്കിൽ ഇതുപോലുള്ള കെമിക്കലുകൾ അടങ്ങിയ റിപ്പല്ലൻ്റൊക്കെ ഉപയോഗിക്കുന്നത് ശ്വാസകോശത്തിനൊക്കെ ഒരുപാട് ദോഷം ചെയ്യുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് അറിയിക്കാനും മറക്കരുത് കേട്ടോ. നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി നമുക്ക് 4ാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ തേങ്ങ ഒന്ന് പൊട്ടിക്കണം. അപ്പോൾ പലർക്കും ഇപ്പോഴും തേങ്ങ ഒന്നും പൊട്ടിക്കാൻ അറിയത്തില്ല. പലരും മറ്റാരെങ്കിലും ആശ്രയിച്ചൊക്കെയാണ് പലരും തേങ്ങ പൊട്ടിക്കുന്നത്. വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അല്ലേ. ഇപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡൊക്കെ ഉണ്ടെങ്കിൽ ഹസ്ബൻഡിനോട് പറയും തേങ്ങ പൊട്ടിച്ച് തരാൻ. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞാൽ 4 വശത്തോടൊക്കെ തെറിച്ച് പോകുന്നവരും ഉണ്ട് അല്ലേ. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കാതെ ഒറ്റയടിക്ക് തന്നെ തേങ്ങ എങ്ങനെയാണ് ഈസി ആയിട്ട് പൊട്ടിക്കുന്നത് നോക്കാവേ. അപ്പോൾ ഇതേ തേങ്ങയുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അതായത് 3 കണ്ണാണല്ലോ ഉള്ളത്. അതിൽ ഈ 2 കണ്ണ് ഇത് ഇങ്ങനെ വരുന്ന ഈ ഒരു ഭാഗത്തെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ഒരു ലൈനിൽ നമ്മൾ ഒറ്റയടി കൊടുത്താൽ മതി. ഒറ്റയടിക്ക് തേങ്ങ നല്ല കറക്റ്റായിട്ട് പൊട്ടിക്കിട്ടും. അതറിയാതെയാണ് പലരും ചുറ്റോട് ചുറ്റും അടിച്ച് തവിട്ട് പൊടിയാക്കി എടുക്കുന്നത് തേങ്ങ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെച്ചിട്ട് ഇതുണ്ടോ ഒറ്റയടി കൊടുത്താൽ മതി. കറക്റ്റായിട്ട് നമുക്ക് ഇതുപോലെ തേങ്ങ പൊട്ടിക്കിട്ടും. അപ്പോൾ ഇനി ആരും തേങ്ങ പൊട്ടിക്കാൻ അറിയാൻ വയ്യാന്ന് പറയരുത്. ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിയുടെ ഇല എടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ തൊടികളിൽ ഇഷ്ടം പോലെ സുലഭമായിട്ടുള്ളതാണ് ഔഷധ ഗുണങ്ങളേറെയുള്ള ചെമ്പരത്തിയുടെ ഇല. ഒപ്പം തന്നെ ഞാൻ ഒരു പിടി ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇവ രണ്ടും കൂടെ നമുക്കൊരു ഫൈൻ പേസ്റ്റ് ആക്കിയിട്ടൊന്ന് മാറ്റണം. അപ്പം മിക്സിയിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം വെള്ളമൊന്നും അധികം ചേർത്ത് അരച്ചെടുക്കരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇത് അരഞ്ഞ് പേസ്റ്റ് രൂപത്തിൽ കിട്ടത്തില്ല കേട്ടോ. അപ്പോൾ ഇതേ ഈ ഒരു രീതിക്ക് ഞാനൊന്ന് അരച്ചെടുത്തു. ഇത് ഞാൻ വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞേക്കാം. വേറൊന്നുമല്ല, നമ്മുടെ തലയിലെ പേൻ ശല്യം കുറച്ച്, താരൻ കുറച്ച്, മുടി സമൃദ്ധിയായിട്ട് വളരാനുള്ള നല്ല അടിപൊളി ഒരു പായ്ക്കാണ്. തികച്ചും നാച്ചുറലാണ്, യാതൊരു കെമിക്കലുമില്ല. നിങ്ങൾക്കറിയാം ചെറിയ ഉള്ളി, സവാള ഇതൊക്കെ മുടിക്ക് ഒത്തിരി നല്ലതാണെന്ന്. അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊന്ന് ഈ രീതിക്ക് നിങ്ങൾ ഈ ഒരു പാക്ക് നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടിക്ക് നല്ലൊരു തിളക്കം കിട്ടും. പേൻ ശല്യം ഉണ്ടാവത്തില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങളുടെ തലയിലാണെങ്കിൽ ഒരുപാട് പേനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്ക് ആഴ്ചയിലൊന്ന് ഇതൊന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പേൻ ശല്യം പൂർണ്ണമായിട്ടും തന്നെ നമുക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ മുടി ഇഴകളിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് സ്കാൾപ്പിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് ഒന്ന് മസാജും കൂടെ ചെയ്ത് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിൽ നിങ്ങളൊന്ന് കഴിക്കാൻ മതി. ഷാമ്പോ കാര്യങ്ങളൊന്നും ഇതിലേക്ക് യൂസ് ചെയ്യേണ്ട കേട്ടോ. കാരണം നമ്മൾ ചെമ്പരത്തി ഇലയാണല്ലോ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു കണ്ടീഷണറായിട്ട് പോലും കൂടി ഇത് പ്രവർത്തിക്കുന്നതാണ്. ഇപ്പം ഞാൻ ഈ മുടി നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കി എടുത്തതാണ്. നിങ്ങൾക്ക് മുടി കണ്ടാൽ തന്നെ അറിയാമല്ലോ, നല്ല സിൽക്കി സോഫ്റ്റി ആയിട്ടുള്ള മുടിയാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പേൻ ശല്യം നമ്മുടെ മുടിയിൽ ഉണ്ടാവില്ല, താരനൊക്കെ പോകും. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പം കെമിക്കലുകളുടെ പുറകെയൊക്കെ പോകുന്നതിനെക്കാട്ടിലും എത്രയോ നല്ലതാണ് നമ്മുടെ തൊടിയിലുള്ള ഈ ചെമ്പരത്തിയും അതുപോലെ ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടുള്ള ഇതുപോലുള്ള നാച്ചുറൽ ടിപ്പ് ചെയ്യുന്നത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.